ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എഗ് പിസയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട, ഒരു കപ്പ് മൈദ, അര കപ്പ് പാല്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് 2 കോഴിമുട്ട, അര സവാള ചെറുതായി മുറിച്ചത്, അര തക്കാളി ചെറുതായി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടേബിൾ സ്പൂൺ ഇടിച്ച മുളക്, 1/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർക്കാം. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മൈദ പാൽ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയും പച്ചക്കറികളും ചേർക്കാം. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. എല്ലാം നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. നമ്മൾ പാനിൽ ബട്ടറൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പോരും. ഇപ്പൊ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് ഇത് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച അര കപ്പ് മോസറല്ല ചീസ് ചേർക്കാം. മോസറല്ല ചീസൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇത് മോസറല്ല ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെക്കാം. ഇപ്പോൾ മോസറല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ എഗ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.